ബറാഅത്ത് രാവ് അല്ലെങ്കിൽ ബറാഅത്ത് നോമ്പ് എന്നൊരു നോമ്പ് പല നാടുകളിലും വ്യത്യസ്ത രൂപത്തിൽ അതിങ്ങനെ വലിയ ആചാരമായി കൊണ്ട് തന്നെ കൊണ്ടാടാറുണ്ട്. ശഅബാൻ 15 ഒരു പ്രത്യേകമായിട്ട് നോമ്പ് ഇല്ല. അങ്ങനെ ഒരു നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഒരാൾ അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങളിൽ 13 അയാൾക്ക് നോമ്പുണ്ട്, 14 അയാൾക്ക് നോമ്പുണ്ട്, 15 നോമ്പുണ്ട് എങ്കിൽ കുഴപ്പമില്ല. അത് ശഅബാനിൽ മാത്രമല്ല, ആ മനുഷ്യന് റജബിലും ഉണ്ടായിരുന്നു എന്നതല്ലാതെ ശഅബാൻ 15 പ്രത്യേകമായൊരു പരിഗണനയുണ്ട്, അങ്ങനെ ഒരു നോമ്പ് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണെങ്കിൽ ഇസ്ലാമിൽ അത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതിന് പല പേരുകളിലും ബറാഅത്ത് നോമ്പ് എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുക. ഖുർആൻ ഇറങ്ങിയ രാവാണ് എന്ന് പോലും പരിചയപ്പെടുത്തുന്നവരുണ്ട്. ഇല്ല പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ശഅബാൻ 15 പ്രത്യേകമായൊരു മഹത്വം കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ചില റിപ്പോർട്ടുകളിൽ അങ്ങനെ കാണുന്നു. ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മൗളൂ ആണ്. ഹദീസിനെ പറ്റി നമുക്കറിയാവുന്ന സ്വഹീഹുണ്ട്, ദഈഫ് ഉണ്ട്. മൗളൂ ഒക്കെ അതിന്റെ ഇനങ്ങളിൽപ്പെട്ടത്. മൗളൂ എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ചത് എന്ന് നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റുന്ന ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒന്നും അറിഞ്ഞിട്ട് പോലുമില്ല, കളവായിട്ട് കെട്ടിച്ചമച്ചതാണ്. നമ്മൾ അതിന്റെ പിറകെ പോകരുതേ. ഇത് പറയാൻ കാരണം എന്തറിയോ, നിർബന്ധത്തിനപ്പുറത്ത് ഇത്തരം വിദഅത്തിന്റെ വിഷയത്തിലൊക്കെ പലപ്പോഴും നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലും അതല്ലാതെയും ആളുകൾ ചോദിച്ചൊക്കെ ഇങ്ങനെ അതിന്റെ മഹത്വം ഇങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും. വലിയ മഹത്വമായിക്കൊണ്ട് ആളുകൾക്കിടയിൽ അതിനെ പർവ്വതീകരിച്ചു കൊണ്ടിരിക്കും. ഇല്ല, അതുകൊണ്ട് ശഅബാനിൽ എപ്പോഴും നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാം. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നോമ്പ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പ് പ്രശ്നമില്ല. അയ്യാമുൽ ബീദ് നമുക്ക് എടുക്കാം, എല്ലാ തിങ്കളും വ്യാഴമൊക്കെ നമുക്ക് എടുക്കാം. ഈ ശഅബാനിൽ വർദ്ധിപ്പിക്കണം എന്നാണല്ലോ പറഞ്ഞത്. അപ്പോ സാധാരണയായി തിങ്കളും വ്യാഴമൊന്നും നോമ്പെടുക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ശഅബാനിൽ എന്ത് ചെയ്യാം, തിങ്കളും വ്യാഴമൊക്കെ ഒന്ന് നോമ്പെടുക്കാമെന്ന് നമുക്ക് ഇവിടെ വെച്ച് ഇരുന്ന്, ഇവിടെ ഈ സദസ്സിലിരുന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് തീരുമാനിക്കാൻ കഴിയും.